5 മിനിറ്റ് ലേറ്റ് ആണല്ലോ. ജറോസ് സാർ ജിമ്മിംഗ് ഉള്ളിലോട്ട് പോയിരിക്കുക. ഇയാളല്ലേ ഡയറക്ടർ? അതെ. എന്തിനാ ഇപ്പൊ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? സരോജ് സാറിനെ മൂഡ് ഔട്ട് ആക്കാനോ? ഞാൻ പറഞ്ഞു ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചെടുത്തിരിക്കുക. അതിനിടയിലായി എന്നെ കാണുമ്പോ അവനെന്തിനാ മൂഡ് ഔട്ട് ആകുന്നത്? അതിന് ഞാൻ അങ്ങോട്ട് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്താ പറഞ്ഞത്? അവനാ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ? അവനെന്ന് വിളിക്കാൻ മാത്രം എന്താ വളർന്നോ? അവരൊരുമിച്ച് ഒരു മുറിയിൽ കഴിഞ്ഞിരുന്ന കൂട്ടുകാരല്ലേ പച്ചാളം? അത് പണ്ടങ്ങനെ പലതും സംഭവിച്ചിരിക്കും. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പണ്ട് ബസ് കണ്ടക്ടർ ആയിരുന്നു എന്ന് വെച്ചാൽ അന്ന് കൂടെ ജോലി ചെയ്യുന്ന കണ്ടക്ടർമാർ ഇപ്പൊ കയറി വന്ന് എന്തൊക്കെ ഉണ്ടോ രജനീകാന്തേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും. അല്ല, ഞാൻ എന്നെ കാണുമ്പോ മൂഡ് ഔട്ട് ആകുന്ന ആള് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ എങ്ങനെ അഭിനയിക്കും? ഉദയ, ഒരു തർക്കത്തിനല്ലല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. മിസ്റ്റർ പച്ചാളം, നായകനായിട്ട് അഭിനയിക്കുന്ന ആളും സംവിധായകനും തമ്മിൽ ഒരു ധാരണയെങ്കിലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പുറകോട്ടേ പോകൂ. ഏതായാലും നിങ്ങളൊന്ന് വിവരം ഞാൻ സരോജ് സാറിനെ അറിയിക്കാം. പറഞ്ഞല്ല, ഓർമ്മയുണ്ടല്ലോ. നമസ്കാരം. ബ്യൂട്ടിഫുൾ ഹൗസ്. ഇത് പണിതാണോ വാങ്ങിയതാണോ? വാങ്ങിയതോ? കൊള്ളാം. ദാ ആ കാണുന്ന ഓരോരോ പുല്ല് വരെ സരോജ് സാറിന്റെ സ്വന്തം ഐഡിയ ആണല്ലേ? എനിക്ക് തോന്നി എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ബീച്ചിലൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട്. ഫ്ലോറും ചുവരും ഒക്കെ ഇറ്റാലിയൻ മാർബിളാ. പക്ഷെ ഇറ്റാലിയൻ മാർബിളിനൊക്കെ എന്താ ഇപ്പൊ വില? ഫർണിച്ചർ മൊത്തം ഫ്രാൻസിന്നാ, ഷാൻലിയർ തായ്ലൻഡ്, എല്ലാം തീപിടിച്ച വിലയാ. സൂപ്പർ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു എന്ന് എല്ലാവർക്കും പരാതിയാണല്ലോ. ഇത് പറയുന്നവന്മാര് വിചാരിച്ചാൽ ഇറ്റാലിയൻ മാർബിളിന്റെയും സ്കോച്ച് വിസ്കിയുടെയും വില കുറയ്ക്കാൻ പറ്റുമോ? സരോജ് സാറിനാണെങ്കിൽ രാവിലെ റോയൽ സല്യൂട്ട്, ഉച്ചയ്ക്ക് ബ്ലാക്ക് ലേബൽ, രാത്രി പിന്നെ ശിവാശ്രീകൾ. ഓരോന്നൊഴിക്കട്ടെ? ഇപ്പൊ വേണ്ട. ഓ, ഹലോ, ഉണ്ടല്ലോ, കൊടുക്കാം. മന്ത്രി പൊതുമരാമത്ത്. എന്തൊക്കെയുണ്ട് ആശാനെ, ഈ പാവങ്ങളെ ഒന്നും മറന്നിട്ടില്ല അല്ലേ? അയ്യോ, അന്ന് ഞാൻ ഉസ്ബെക്കിസ്ഥാനിലാണല്ലോ അല്ലേ? അടുത്ത ദിവസം ഞാൻ കോപ്പൻഹാഗനിലേക്ക് പോവുകയാണ്. അത് ഞാൻ അവിടുത്തെ സർക്കാരിന്റെ അതിഥിയായിട്ട്. നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തെളിച്ച് പറയെന്റെ കുട്ട, പറ. ഓക്കെ, അതിനെന്താ. പിന്നെ അടിമാലി മൂന്നാർ റോഡ് വേഗം ഒന്ന് നന്നാക്കി തരണേ. എനിക്ക് ഇടയ്ക്കിടെ ആ വഴി പോകാനുള്ളതാ. ഇതിപ്പോ തന്നെ ശരിയാക്കിയേക്കാം. ഓക്കെ. പച്ചവെള്ളം, ഇന്ന് തന്നെ 2 ലക്ഷത്തിന്റെ ഡ്രാഫ്റ്റ് എടുത്ത് മൂപ്പർക്ക് അയച്ചു കൊടുക്കണം, ഏതോ അനാഥ മന്ദിരത്തിന്റെ ആവശ്യത്തിന്. കണ്ടില്ലേ, താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. അതേത് മാസം? ഏപ്രിൽ. അതാ പറയുന്നത്, ഞങ്ങളുടെ വിഷമങ്ങൾ നിർമ്മാതാക്കൾ മനസ്സിലാക്കുന്നില്ല. പോട്ടെ, ഞങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞ് നേരം ഞാൻ കളയുന്നില്ല. പച്ചാളം, ഓബറോയ് ഹോട്ടലിൽ വിളിച്ച് എന്റെ ലഞ്ച് കൊണ്ടുവരാൻ പറയൂ. നിങ്ങൾക്ക്? ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കൊടുത്തയച്ച തിരക്കഥ എന്റെ PA വായിച്ചു. കുറെ തിരുത്തലുകൾ വേണ്ടിവരും. ഉദാഹരണത്തിന്, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു രംഗമുണ്ടല്ലോ, അത് നടക്കില്ല. അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരെ എനിക്ക് ഇടിക്കണം, ഇടിച്ചിടിച്ച് നിലം പരിശാക്കണം, എന്നിട്ട് ഞാൻ സ്ലോ മോഷനിൽ നടന്നു പോകും. അപ്പൊ തിയേറ്ററിൽ ഭയങ്കര ക്ലബ്സ് ആയിരിക്കും. അറസ്റ്റ് ചെയ്താലല്ലേ കഥ മുന്നോട്ട് പോകൂ. എന്നാര് പറഞ്ഞു? എങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. പോലീസുകാരെ ഇടിച്ച് സ്ലോ മോഷനും കഴിഞ്ഞ് ഞാൻ നേരെ പോവുകയാണ് DGPയുടെ ഓഫീസിലേക്ക്. എന്നിട്ട് 2 കൈയും നീട്ടി ഞാൻ പറയുന്നു, എന്നെ അറസ്റ്റ് ചെയ്യൂ. അതില്ലേ ഹീറോയിസം? അല്ലാതെ കുറെ പിറ പോലീസുകാർ കയറി വന്ന് എന്നെ അറസ്റ്റ് ചെയ്താൽ എന്റെ ഓഡിയൻസ് സഹിക്കില്ല. പോലീസിനെ ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രം മനുഷ്യനൊന്നും അല്ലല്ലോ. പക്ഷെ അഭിനയിക്കുന്നത് ഞാനല്ലേ, എന്റെ ഇമേജ് എനിക്ക് നോക്കണ്ടേ. അതിരിക്കട്ടെ, ഈ സിനിമയിൽ എനിക്ക് എത്ര സീനുണ്ട്? ഒരു 51ഓളം വരും. അപ്പൊ 51 കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചോളൂ. ഓരോ സീനിലും മാറ്റി മാറ്റി വെക്കാൻ. ഈ കഥാപാത്രത്തെ വിടൂ. കഥാപാത്രത്തെ വിട്ടിട്ടുള്ള സിനിമയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ അഭിനയിക്കാൻ വേറെ ആളിനെ നോക്കിക്കോളൂ. എന്താ ഇത് ഉദയ? ഇതൊരു ചർച്ചയല്ലേ? ഇവിടെ കടമ്പിടുത്തത്തിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് ആവശ്യമുണ്ട്. എന്നോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നെ വെച്ച് പടം ചെയ്യാൻ വന്നത്. എനിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുടെ പിൻബലമുള്ളതുകൊണ്ട് അത് വിറ്റ് നിങ്ങൾക്ക് കാശാക്കണം. അല്ലാതെ ഞാൻ സ്റ്റാനിസ്ലോവിസ്കിയുടെ പുസ്തകം പഠിച്ചതുകൊണ്ടൊന്നല്ലോ. കോഴിക്കേ മുല വന്നു, മനസ്സിലായല്ലോ. മിസ്റ്റർ സരോജ്, നമ്മൾ എന്തായാലും ഈ പടം ചെയ്യുന്നു. എല്ലാം നമുക്ക് ചർച്ച ചെയ്ത് വേണ്ട പോലെ ചെയ്യാം. അല്ലല്ല, പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഞാൻ ഈ പടം ചെയ്യുകയാണെങ്കിൽ, ഞാൻ സെറ്റിലെത്തിയാൽ
പഴയ ഓർമ്മ വെച്ച് പഴയ പേര് വിളിക്കുക അതൊന്നും നടക്കില്ല. എന്നെ എല്ലാവരും സാർ സാർ എന്ന് വിളിക്കണം. മനസ്സിലായല്ലോ? പിന്നെ പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ ഒരു 50 ഫ്ലക്സ് വെക്കണം. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അങ്ങനെ അങ്ങനെ അങ്ങനെ. നിന്റെ തല നീ അഭിനയിക്കാൻ വാടാ, അപ്പൊ കാണാം. എടാ സ്റ്റാനിസ്ലാവിസ്കി, ഇത് വെറും തുടക്കമാണ്. ബാക്കി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ.